സമാധാനമായിട്ടിരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. സങ്കടം തോന്നരുത്. പെട്ടെന്നൊരു ദിവസം നമ്മളില്ലാതായാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ നമ്മുടെ വീട്ടുകാർക്ക് എങ്ങനെ എടുക്കാമെന്ന് അവർക്കറിയാമോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ ഉൾപ്പെടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാമോ? മറുപടി അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ വലിയൊരു അപകടത്തിലാണ്. നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ മരണം നമ്മുടെ ഫാമിലിക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടമായിരിക്കും. പക്ഷേ അതേ സമയത്ത് അവർക്കതൊരു സാമ്പത്തികമായ ബാധ്യത കൂടി ആക്കി മാറ്റരുത്. അതിനായിട്ട് ജീവനുള്ളപ്പോൾ നമ്മൾ ചെയ്തിരിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ടും കണ്ടിരിക്കുക. ഇപ്പോഴേ വീഡിയോ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. 5-മതായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നോമിനിയെ വെക്കുക എന്നുള്ളതാണ്. കാര്യം വളരെ സിമ്പിളാണ്. പക്ഷേ പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ബാങ്കുകളിൽ മാത്രം ഏകദേശം 78,000 കോടി രൂപയാണ് ആരും ചോദിക്കാനില്ലാതെ, അവകാശികളില്ലാതെ ഇപ്പോഴും കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ തുകയാണ് അതെന്ന്. വേറെ ആരുടെയും പണമല്ല, നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ബാങ്കിലിട്ട സാധാരണക്കാരുടെ പണമാണത്. പെട്ടെന്നൊരു ദിവസം അവർ മരണപ്പെട്ടത് പോയി. അവർ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അവരുടെ അക്കൗണ്ടിൽ കൃത്യമായൊരു നോമിനി ഇല്ലായിരുന്നു. നമ്മൾ വിചാരിക്കും, ഞാൻ മരിച്ചാലല്ലേ എൻ്റെ അക്കൗണ്ടിൽ അപ്പോൾ നോക്കിയാൽ പോരെ, എൻ്റെ അക്കൗണ്ടിലെ പൈസ എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളൂ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ബാങ്കിൻ്റെ നിയമം അങ്ങനെയല്ല. കൃത്യമായ നോമിനിയെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചതിന് ശേഷം ആ പൈസ ബാങ്കിൽ നിന്ന് എടുക്കാൻ നമ്മുടെ വീട്ടുകാർക്ക് വില്ലേജ് ഓഫീസിലും കോടതിയിലുമൊക്കെ കയറി ഇറങ്ങേണ്ട ആവശ്യം വരും. അവരുടെ ചെരുപ്പ് തേയും. ആ സങ്കടത്തിനിടയിൽ അവർക്ക് അതും കൂടി താങ്ങാനായിട്ട് പറ്റില്ല. ഇതിന് ബാങ്കിൽ പോകണമെന്നില്ല. നിങ്ങളുടെ ബാങ്ക് ആപ്പ് ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു വയ്ക്കാവുന്ന ചില ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണത്. നിർബന്ധമായിട്ടും ഇത് ചെയ്തു വയ്ക്കുക. ഇനി 4-മത്തെ കാര്യം പറയാം. ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. കാരണം നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മരണം സംഭവിക്കുന്ന സമയത്ത് കുടുംബത്തിന് അത് തികയാതെ വരാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ മാത്രം ചിലപ്പോൾ അവർക്ക് ജീവിക്കാനായിട്ട് മതിയാകില്ല. തുടർന്ന് ജീവിക്കാൻ ചിലപ്പോൾ കോടികൾ വേണ്ടി വരും. അത് നമുക്ക് പോയി ലോൺ എടുക്കാനോ ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് 1,00,000 രൂപ വരുമാനമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതുപോലുള്ള ചിലവുകളും ചിലപ്പോൾ കാണും. അപ്പം നമ്മുടെ കുടുംബത്തിന് തുടർന്ന് ജീവിക്കാൻ ചിലപ്പോൾ ഒരു കുറേ വർഷങ്ങളെടുക്കുമ്പോൾ വലിയ എമൗണ്ട് ആയിരിക്കും. അത്രയും തുക ശരിക്കും മുൻകൂട്ടി സമ്പാദിച്ച് വയ്ക്കാനും നമുക്ക് എളുപ്പമല്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മരണപ്പെട്ടാൽ ഉടനെ അത്തരത്തിലുള്ള കോടികൾ കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ എടുത്തു വയ്ക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും എടുക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനമുണ്ട്, ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട് എങ്കിൽ മാത്രമേ അത് എളുപ്പത്തിൽ കിട്ടുകയുള്ളൂ. അത്തരം ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്കത് എടുക്കാൻ യോഗ്യതയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലും ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ നമുക്ക് എത്ര രൂപയാണോ വേണ്ടത് അത് നോക്കാം. നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ 2 കോടി കവറേജ് കിട്ടും, ചിലപ്പോൾ 3 കോടി കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ ഉണ്ട്. ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കമ്പയർ ചെയ്തെടുക്കാം. ഒരു 15% ഡിസ്കൗണ്ട് വരെ നമുക്കവിടെ നിന്ന് ലഭിക്കും. ദിവസം ഒരു 20 മുതൽ 30 രൂപ തുടങ്ങി മാസം 800 മുതൽ 1000 രൂപ അടയ്ക്കാൻ പറ്റുന്ന പ്ലാനുകളുണ്ട്. ഒരു 100 മുതൽ 200 രൂപയൊക്കെ കൊടുത്താൽ ക്യാൻസർ പോലുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും അംഗവൈകല്യമൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ 50 ലക്ഷം മുതൽ 1 കോടി രൂപ കവറേജ് അഡീഷണലായിട്ട് കിട്ടുന്ന റൈഡറുകളും കൂടെ അതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റുകളാണ്. ഇതും എടുത്തു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ സന്ദർഭങ്ങളിലും തുടർന്ന് ജോലിക്ക് പോകാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ ഫാമിലിക്ക് ഈ തുക വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഇത്തരം റൈഡറുകൾ ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇഷ്ടമുള്ള കവറേജ് നോക്കി ടേം പ്ലാനുകൾ എടുക്കാനുള്ള ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്നത്. ഒന്ന് പോയി നോക്കുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന് യോഗ്യത ഉണ്ടെങ്കിലേ എടുക്കാനായിട്ട് കഴിയുള്ളൂ. യോഗ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുത്തു വയ്ക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 3-മത്തത് വിൽപ്പത്രം തയ്യാറാക്കുക. ഓക്കെ, വിൽപ്പത്രം തയ്യാറാക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിൽപ്പത്രം എന്ന് കേൾക്കുമ്പോൾ വലിയ നിയമക്കുരുക്കുകളാണ് എല്ലാവരും ചിന്തിക്കുന്നത്. സംഗതി വളരെ സിമ്പിളാണ്. ഒരു വെള്ളക്കടലാസിൽ നിങ്ങൾ സ്വത്തുക്കൾ ആർക്കൊക്കെ എങ്ങനെ വീതിച്ചു നൽകണമെന്ന് സ്വന്തം കൈപ്പടയിൽ വ്യക്തമായി എഴുതി വിശ്വസ്തരായിട്ടുള്ള 2 സാക്ഷികളെ കൊണ്ട് ഒപ്പിട്ട് വെച്ചാൽ തന്നെ അതിന് പൂർണ്ണമായിട്ടുള്ള നിയമസാധ്യതയുണ്ട്. എങ്കിലും ഭാവിയിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ യാതൊരുവിധ തർക്കങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, അച്ഛനോ അമ്മയോ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് സ്വത്തിനു വേണ്ടി മക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കോടതിയുമായിട്ട് കേസുകൾ ഉണ്ടാകുന്നു. നമ്മൾ ജീവിച്ച കാലം അത്രയും കഷ്ടപ്പെട്ടത് നമ്മുടെ കുടുംബം സമാധാനമായിട്ട് ജീവിക്കാനാണ്. നമ്മൾ ഇല്ലാതാവുന്ന സമയത്തും ആ സ്വത്തിൻ്റെ പേരിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അവർ കോടതി കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്.
ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ ഈ സ്വത്തുക്കളെല്ലാം എൻ്റേത് മാത്രമായിരിക്കും, എൻ്റെ മരണശേഷം മാത്രമേ ഇത് നടപ്പിലാവൂ എന്ന് നിങ്ങൾക്ക് ഇതിൽ കൃത്യമായി എഴുതി വയ്ക്കാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് ആരും ഇത് മുൻകൂട്ടി കൈക്കലാക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഈ വിൽപത്രത്തിൽ മാറ്റങ്ങൾ വരുത്താനും റദ്ദാക്കാനുമുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരവും നിങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ഫൈനാൻഷ്യൽ വിവരങ്ങൾ അടങ്ങിയ ഒരു പേഴ്സണൽ ഫയൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളെക്കാളും നിങ്ങളുടെ കുടുംബത്തിന് പെട്ടെന്ന് സഹായിക്കാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു ഫയലോ ഒരു മെയിലോ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്കോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ഒക്കെ പലരോടും നമ്മൾ പൈസ കടം വാങ്ങാറുണ്ട്. അതുപോലെ പലർക്കും കൊടുക്കാറുണ്ടോ, പലതും നമുക്ക് കിട്ടാനുണ്ടാകും. അപ്പോൾ നമ്മളില്ലാതായാൽ അത് ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, ആരുടെ നിന്നൊക്കെ തിരികെ കിട്ടാനുണ്ട് എന്നൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ പലരും മരണപ്പെട്ട് കഴിയുമ്പോൾ ഇല്ലാത്ത കടങ്ങൾ പറഞ്ഞ് ആളുകൾ കുടുംബത്തെ പറ്റിക്കാൻ നോക്കും, ബുദ്ധിമുട്ടുണ്ടാക്കാൻ നോക്കും. നമുക്ക് കിട്ടാനുള്ള വലിയ തുകകൾ ആരും തരാറില്ല, അവർ നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഇത് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ പണം കൊടുക്കാനുണ്ട്, ആരുടെ നിന്നൊക്കെ കിട്ടാനുണ്ടെന്ന് കൃത്യമായി എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ ഒരു മെയിലിൽ അറ്റാച്ച് ചെയ്യുക, മെയിലിൻ്റെ പാസ്വേഡ് അവർക്കും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, എവിടെയൊക്കെ ലോണുകളുണ്ട്, എവിടെയൊക്കെ നിക്ഷേപങ്ങളുണ്ട്, FD എവിടെ ഉണ്ട്, ചിട്ടി എവിടെ ഉണ്ട്, ഇൻഷുറൻസ് പോളിസി ഏതൊക്കെ എടുത്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തുക. കൂടാതെ വീടിൻ്റെ ആധാരം എവിടെയാണ് വെച്ചിരിക്കുന്നത്, സ്വർണം പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ പല പ്രധാനപ്പെട്ട രേഖകളും വസ്തുക്കളും എല്ലാം എവിടെയാണ് ഭദ്രമായിട്ട് വെച്ചിട്ടുള്ളത്, ഇതെല്ലാം നമ്മൾ രേഖപ്പെടുത്തണം. ഇതൊന്നും ചെയ്യാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ കുടുംബത്തിനുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ചെറിയൊരു ബുദ്ധിമുട്ടല്ല. പൈസ ഉണ്ടായിട്ട് പോലും അത് എവിടെയാണെന്ന് അറിയാതെ പട്ടിണി കിടക്കേണ്ട കുടുംബങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് വളരെ കാര്യമായിട്ട് എടുക്കുക. അതുകൊണ്ട് എനിക്കിപ്പോൾ 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 30 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ മരണം സംഭവിക്കില്ലല്ലോ, ഇതിൻ്റെയൊക്കെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ എന്ന് ചിന്തിക്കാതെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 30 വയസ്സായാലും 40 വയസ്സാണെങ്കിലും ജീവനുള്ള സമയത്ത് എല്ലാവരും ഒരേപോലെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഡിജിറ്റൽ അസറ്റുകളും പാസ്വേഡുകളും വിവരങ്ങൾ സുരക്ഷിതമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഡിജിറ്റൽ അസറ്റ്സ് ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇന്നത്തെ കാലത്ത് നമ്മുടെ പണം മാത്രമല്ല, ജീവിതം തന്നെ മൊബൈലും ഡിജിറ്റൽ ലോകത്തുമാണ്. നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ പോലും ചിലപ്പോൾ വീട്ടുകാർക്ക് കഴിഞ്ഞെന്ന് വരില്ല. UPI ആപ്പുകളിലുള്ള പണം, ക്രിപ്റ്റോ കറൻസി, ഇമെയിലുകൾ, അതുപോലെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയുടെ പാസ്വേഡുകൾ അറിയാത്തത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാം. ഇപ്പോൾ വിശ്വസ്തനായ ഒരാളോട് നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ ഒരു മക്കളോ അങ്ങനെ ആരോടെങ്കിലും ഫോണിൻ്റെ ഒരു പ്രധാന അക്കൗണ്ടുകളുടെ പാസ്വേഡ് പങ്കുവയ്ക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഗൂഗിളിൽ നമുക്ക് ഒരു ഡ്രൈവ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പാസ്വേഡ് സേവ് ചെയ്യാം. ഓക്കെ, ഒരു നിശ്ചിത കാലം ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ആർക്ക് കൈമാറണമെന്ന് മുൻകൂട്ടി നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. പല ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസും എല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പം അതിനർത്ഥം അവർക്ക് മനസ്സിലാവും ഇത്രയും നാളായിട്ട് ആ വ്യക്തി യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഏത് വ്യക്തിയുടെ പേരാണോ കൊടുത്തേക്കുന്നത് അവർക്ക് ഈ ഡീറ്റെയിൽസ് ഷെയർ ആവും. ഇന്നത്തെ കാലത്ത് ആളുകൾ പല ബാങ്കുകളിൽ അക്കൗണ്ടുകൾ എടുക്കുന്നുണ്ട്. കൂടാതെ പല ആപ്പുകളിലായിട്ട് മ്യൂച്വൽ ഫണ്ടുകളും ഷെയറുകളും ഇങ്ങനെയൊക്കെ വാങ്ങി വയ്ക്കാറുണ്ട്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഈ പല ആപ്പുകളെ പറ്റിയോ അല്ലെങ്കിൽ പല ബാങ്കുകളെ പറ്റിയോ ഒരറിവും ഉണ്ടാവില്ല. പൈസ പലയിടത്തായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് അല്ലേ. അപ്പോൾ അവർക്കത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്, ക്ലെയിം ചെയ്യാനും കഴിയില്ല. ഒടുവിൽ ആ പണം കമ്പനികളുടെ കയ്യിൽ തന്നെ അവകാശികളില്ലാതെ കിടക്കും. നിങ്ങളുടെ നിക്ഷേപങ്ങൾ പരമാവധി 1 അല്ലെങ്കിൽ 2 വിശ്വസ്തമായ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റുക. ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണം കുറയ്ക്കുക. നിങ്ങൾക്ക് എല്ലാ നിക്ഷേപങ്ങളും ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന ഒരു കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, CAS എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട് അഗ്രിഗേറ്റർ എന്നുള്ളൊരു സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് വയ്ക്കുക. ഇതുവഴി വീട്ടുകാർക്ക് ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളുടെ മൊത്തം നിക്ഷേപങ്ങളുടെ വിവരം ലഭിക്കാനായിട്ട് കഴിയും. ചില ആളുകൾക്ക് അവരുടെ ഇമെയിൽ IDയും പാസ്വേഡും ഇത്തരത്തിലുള്ള മൊബൈലിൻ്റെ പാസ്വേഡൊന്നും പറഞ്ഞു കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അവർ വിചാരിക്കുന്നത് അവർ ഇപ്പോഴൊന്നും മരണം സംഭവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോഴൊന്നും കൊടുക്കണ്ട എന്നുള്ള രീതിയിലായിരിക്കും അവർ വിചാരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ളൊരു പരിഹാരമോടെ ഞാൻ പറയാം. നിങ്ങളൊരു ബാങ്കിൽ ഒരു ജോയിൻറ്റ് ലോക്കർ എടുക്കുക. ഹസ്ബൻഡോ വൈഫോ ഉള്ള ജോയിൻറ്റ് ലോക്കർ 2 കീ ഉണ്ടെങ്കിൽ തുറക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു സീൽഡ് കവറിൽ നമ്മൾ എന്ത് വയ്ക്കണം, നമ്മുടെ പാസ്വേഡും അതുപോലെ ഇമെയിൽ IDയും ഇമെയിലിൻ്റെ പാസ്വേഡും അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊബൈലിൻ്റെ പാസ്വേഡും അത്രയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എഴുതി സീൽ ചെയ്ത് അവിടെ വയ്ക്കുക. 2 പേരും ഒരുമിച്ചാലേ അത് കീ തുറക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും മരണം സംഭവിച്ചാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വ്യക്തിയായിരിക്കും നോമിനി. അപ്പോൾ നമുക്ക് ആ ബാങ്ക് ലോക്കർ തുറക്കാൻ പറ്റും. ആ ഒരു
സീൽഡ് കവർ തുറക്കാനായിട്ട് പറ്റും. അതിൽ നിന്ന് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കിട്ടും. ആ ഒരു ഇമെയിൽ ഐ ഡിക്കകത്ത് നമ്മൾ ഡ്രാഫ്റ്റിലോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടോ എല്ലാ കാര്യങ്ങളും, നമ്മുടെ നിക്ഷേപങ്ങളും എല്ലാ കാര്യങ്ങളും, സ്വത്തിൻ്റെ കാര്യങ്ങളും എഫ് ഡിയുടെ കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കുടുംബാംഗങ്ങൾക്ക് അത് കിട്ടും. അപ്പം വേറൊരാൾക്ക് നേരത്തെ മരിക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ പേടിയുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും അത് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലാതായാലും ഫാമിലിക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മുടെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ടേം ഇൻഷുറൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നാളെ ചെയ്യാമെന്ന് കരുതി മാറ്റി വയ്ക്കരുത്. ഇന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് നോക്കുക, എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ എടുക്കുക. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.